എനിക്കെതിരായി KSRTCയുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ പി ഗണേഷ് കുമാറിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു ഗൂഢാലോചന നടക്കുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ഒരു കാര്യത്തിൽ പറയുകയുണ്ടായി. ഇപ്പോൾ എനിക്കെതിരായിട്ടുള്ളൊരു കുറ്റപത്രം കാസർഗോഡ് അതിൻ്റെ വിചാരണ നടക്കുന്ന വേളയിൽ ഞങ്ങളുടെ KSRTCയിൽ തന്നെ എൻക്വയറി ഓഫീസറുടെ മുമ്പിൽ വിചാരണ വിസ്താരം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് എഴുതിയിട്ടുള്ള എറണാകുളം വിജിലൻസ് സ്ക്വാഡ് IC സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹത്തെ വിളിച്ചിരുത്തി ഞാൻ ഇദ്ദേഹത്തൊരു കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കെതിരായുള്ള പരാതിയിൽ ഞാൻ പറയുന്ന പരാതിക്കാരൻ പറയുന്ന കാര്യങ്ങളല്ലാതെ പരാതിക്ക് പുറത്തുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും കേരള ഗവൺമെൻറ്റിനെയും കേരളത്തിലെ ഗതാഗത മന്ത്രിയെയും വിമർശിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യവും കൂടി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ എഴുതി ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഞാൻ ഈ വിചാരണ വേളയിൽ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാര്യം, അതായത് ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽപ്പെടാത്ത ഈ കാര്യം നിങ്ങൾ അന്വേഷിക്കുവാൻ തീരുമാനിക്കുന്ന ഈ റിപ്പോർട്ടിൽ ചേർത്തിരിക്കുന്നു? അവിടെ ഇദ്ദേഹം പറയുന്ന മറുപടിയാണ്, ഞാൻ നിങ്ങളെ കേൾപ്പിക്കാതെ എത്രമാത്രം കേൾപ്പിക്കാൻ തരത്തില്ല. അന്വേഷണം റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞ് ഇദ്ദേഹം തന്നെ, അതായത് എൻ്റെ കൂട്ടത്തിൽ വന്ന എൻ്റെ കൂട്ടത്തിൽ ഞാൻ വിചാരണ ചെയ്യാനിരുന്ന എറണാകുളം വിജിലൻസ് സ്ക്വാഡ് IC ശ്രീ സുനിൽ കുമാർ തന്നെ റെക്കോർഡ് ചെയ്താണ് ഇത് അന്വേഷണത്തിൻ്റെ കാര്യം. അപ്പോൾ അദ്ദേഹം ഇത് ചോദിക്കുന്നുണ്ട്, എൻക്വയറി ഓഫീസറോട് റെക്കോർഡ് ചെയ്തോട്ടെ. അപ്പോൾ എൻക്വയറി ഓഫീസർ എന്നോട് ചോദിക്കുന്നു, റെക്കോർഡ് ചെയ്യുന്ന വിരോധമുണ്ടോ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേർക്ക് റെക്കോർഡ് ചെയ്യാം എന്ന് പറയാം. ഇല്ല, ഓപ്പൺ വിചാരണയ്ക്ക് തയ്യാറുള്ളതാണ്. ഓക്കെ, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ മറുപടി ഈ ചെക്കറും ഇതിൻ്റെ റിപ്പോർട്ടിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിമാരെ വിമർശിച്ചതായിട്ട് കാണുന്നത്. ഈ പരാതിക്കാരൻ്റെ പരാതി KSRTCയിലെ ഇൻസ്പെക്ടർമാരെയും പരാതിക്കാരനെയും സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചത്. അപ്പോൾ പരാതിക്കടുത്ത് പറയാത്ത വിഷയമാണ് അന്വേഷണ റിപ്പോർട്ടിൽ വന്നത്. അപ്പോൾ ഈ ഭാഗത്ത് പറയുന്നൊരു കാര്യം, അദ്ദേഹം ഒരു ശബ്ദം കേൾപ്പിക്കുകയാണ്. അത് വിജിലൻസ് ഓഫീസർ ഷാജി എന്ന് പറയുന്ന വ്യക്തിയുടെയാണ് എന്നാണ് അദ്ദേഹം അവിടെ അവകാശപ്പെട്ടത്. ഞാനാണോന്ന് എനിക്കറിയില്ല, അല്ലെന്ന് ഞാൻ സംശയിക്കുന്നുമില്ല. കാരണം നിലവിലുള്ള വിജിലൻസ് ഓഫീസറുടെ ഈ വിജിലൻസ് ഡയറക്ടറുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഡ്രൈവർ ഇത്തരത്തിൽ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും സർക്കാരിനെയും മാനേജ്മെന്റിനെയും പരിഹസിക്കുന്നത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഏതായാലും അതിനകത്ത് പറയുന്ന മറുപടി എങ്ങനെയാണ്, ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം, ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും 2 ദിവസത്തിനകം ഇത് റിപ്പോർട്ട് കൊടുക്കണം, ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും വിളിച്ചു പറഞ്ഞിരുന്നു എന്നാണ്. ഇപ്പോൾ KSRTCയിലൊരു ഡ്രൈവറായിട്ടുള്ള എൻ്റെ തൊഴിൽപരമായ കാര്യം. അപ്പോൾ അതല്ലാത്ത കാര്യത്തിൽ ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് വെൽഫെയർ അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VV ഹരിദാസ് എന്നുള്ള നിലയിലാണ്. അപ്പോൾ വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന KSRTCയിലെ ജീവനക്കാരുടെ സംഘടനയാണ്. 10% ജീവനക്കാർ കഴിഞ്ഞ 2 റഫറൻഡങ്ങളിലായി വോട്ട് ചെയ്യപ്പെട്ട KSRTCയിലെ 4ാമത്തെ യൂണിയൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന യൂണിയനാണ് വെൽഫെയർ അസോസിയേഷൻ. അപ്പോൾ വെൽഫെയർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് ഞാനിവിടെ ഇരുന്ന് ഈ നിങ്ങളോട് സംസാരിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും ഈ പൊതുസമൂഹത്തോടും സംസാരിക്കുന്നത്. അതിനുള്ള അവകാശം KSRTCയിലെ ട്രേഡ് യൂണിയനുകൾക്കുണ്ട്. അപ്പോൾ അത്തരത്തിൽ സംസാരിക്കുമ്പോഴുള്ള കാര്യവും കാസർഗോഡ് ഡിപ്പോയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധാ KSRTC ഡ്രൈവർ ആയിട്ടുള്ള എനിക്കെതിരെ എന്ത് ഗൂഢാലോചനയാണ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത്? ഇപ്പോൾ ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, KSRTCയിലെ ഉന്നതനായിരുന്നൊരു വ്യക്തി, ഇപ്പോൾ ഷാമിയാന തട്ടിപ്പ് അഴിമതി ഉൾപ്പെടെ KSRTCയുടെ അഴിമതികളിൽ ഭാഗവാക്കായിട്ടുണ്ട് എന്ന് കേരളത്തിലെ വിവിധ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുള്ള ഒരാൾ KSRTCയിലെ മിനിസ്റ്ററുടെ ഓഫീസിൽ ഇരിക്കുന്നു എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണോ ഈ ഗൂഢാലോചന എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും നിലവിൽ എൻ്റെ ജീവന് വരെ ഭീഷണിയാകത്തക്ക രീതിയിലുള്ള ഗൂഢാലോചനകൾ അത്തരത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മൊഴി കേൾപ്പിച്ചത്. ഈ മൊഴി ആരുടേതാണെന്ന്, ഇത് വിജിലൻസ് ഓഫീസർ ഷാജിയുടെ ആണോ, ഇത് മന്ത്രി ഓഫീസിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ തെളിയിക്കേണ്ട ബാധ്യത എൻ്റേതല്ല. ഈ മൊഴി അന്വേഷണ വേളയിൽ കേൾപ്പിച്ചിട്ടുള്ള സുനിൽകുമാറിൻ്റെയും മന്ത്രി ബഹുമാനപ്പെട്ട KSRTCയിലെ വിജിലൻസ് ഓഫീസറുടെയാണ്. അപ്പോൾ ഏതായാലും ഞാനതിനെ ഭയക്കുന്നില്ല. ഇപ്പോൾ KSRTC സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പൊതുജനങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും KSRTCയിലെ എൻ്റെ സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും ഈ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ഈ സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യുവാനും ഇവിടുത്തെ ജീവനക്കാരെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് 400 ചില്ലുവാൻ ആളുകളാണ് മരിച്ചു പോയിട്ടുള്ളത്. ആ മരണത്തിലേക്ക് ഞങ്ങളെ തള്ളിവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്തരം ആളുകൾക്കെതിരെ നിശബ്ദമായി നിൽക്കാതെ പ്രതികരിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് വെച്ച് നീട്ടുന്നത് ഒരു മരണമാണെങ്കിൽ
അത് സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ രൂപീകരണ വേള മുതൽ ആ സംഘടനയിൽ ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏതായാലും KSRTCയിൽ പ്രതികരിച്ചാലും പ്രതികരിച്ചില്ലെങ്കിലും മരിക്കും, എന്നാൽ പിന്നെ പ്രതികരിച്ചിട്ട് മരിക്കാം എന്നുള്ളൊരു തീരുമാനമാണ്. അപ്പോൾ പ്രതികരിക്കാത്ത ഈ 400 ചില്ലാനം ആളുകൾ ഈ 2 വർഷത്തിനടുത്ത് KSRTCയിൽ മരണമടഞ്ഞപ്പെട്ട് പോയവർ ആരും പ്രതികരിച്ചവരൊന്നുമല്ല. പ്രതികരിച്ചാലും മരിക്കും, പ്രതികരിച്ചില്ലെങ്കിലും മരിക്കും, എന്നാൽ പിന്നെ പ്രതികരിച്ച് മരിച്ചുകൂടെ എന്നുള്ളതാണ് എൻ്റെ വാദം. ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതിൻ്റെ കാര്യം, ഇത്തരത്തിലൊരു ഗൂഢാലോചന നടക്കുന്നുവെന്ന് വിജിലൻസ് ഓഫീസർ, ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വിജിലൻസ് ഓഫീസറുടെ ശബ്ദ സന്ദേശമാണോ ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റേതെന്ന പേരിൽ പല ശബ്ദ സന്ദേശവും പ്രതികരിക്കുന്നുണ്ട്. അപ്പം ശബ്ദത്തിൻ്റെ സാമ്യവും ഞാൻ കണക്കുകൂട്ടുന്നില്ല. ഏതായാലും ഇത് പറയേണ്ടത് എറണാകുളത്തെ വിജിലൻസ് IC ഈ സുനിൽകുമാറും വിജിലൻസ് ഓഫീസർ ഷാജിയുമാണ് ഈ വിവരം പറയേണ്ടത്. പിന്നീട് പറയേണ്ടത് ആരാണ്? ബഹുമാനപ്പെട്ട മിനിസ്റ്ററാണ്. അത് എനിക്കെന്തെങ്കിലും അസ്വാഭാവിക മരണം സംഭവിച്ചു കഴിയുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞാൽ മതി ഇത് ആരാണ് ഗൂഢാലോചന. പിന്നെയുള്ളത് അവിടെ ഗൂഢാലോചന ചെയ്യാൻ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ ഷാമിയാന അഴിമതിയെക്കുറിച്ചും തട്ടിപ്പിനെക്കുറിച്ചും നിലവിൽ KSRTCയുടെ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ചും ഇതിനേക്കുള്ള വിശദമായ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. എനിക്ക് ആ കാര്യത്തിൽ ഭയമില്ല. നിശബ്ദമാക്കുവാൻ ശ്രമിക്കും തോറും വാക്കുകൾക്ക് മുഴക്കമേറുന്നു എന്നാണ് MN വിജയൻ മാഷ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിശബ്ദമാക്കുവാൻ ശ്രമിക്കും തോറും, എനിക്കെതിരെയുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കും തോറും എൻ്റെ വാക്കുകൾ മുഴക്കമേറിക്കൊണ്ടിരിക്കും, അഴിമതിക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കും. അതിനു മുമ്പിൽ വെച്ച് നീട്ടുന്നത് എന്തു തന്നെയാണെങ്കിലും സ്നേഹപൂർവ്വമായി സന്തോഷപൂർവ്വമായി അത് സ്വീകരിക്കും. അഴിമതിക്കാരോട് യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസുമില്ല. KSRTC എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ നിരപരാധികളായി മരിച്ചു പോകപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരുടെ ആത്മാക്കൾക്ക് വേണ്ടി നിത്യശാന്തി ലഭിക്കുവാൻ വേണ്ടി ഇനിയും എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾ അകാരണമായി രോഗത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട് ഈ അമിത ജോലിയുടെ ഭാരത്താൽ മരണപ്പെട്ടു പോകുന്നത് തടയുവാൻ വേണ്ടി എന്നാലാകുന്ന വിധം ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും നടത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾക്ക് യാതൊരു ഭയപ്പെടുത്തലുകളും ഉണ്ടായിരിക്കില്ല. നേരിടുവാൻ പോകുന്ന ദുർവിധികളെക്കുറിച്ചോർത്ത് യാതൊരു വിധത്തിലുള്ള ഭയാശങ്കകളുമില്ല. ഈ വിവരം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും പൊതുജനങ്ങളെയും അറിയിക്കുന്നു. നന്ദി. Thank you.